മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഓണം എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അനിമൽ കിങ്ഡത്തിൽ നിന്ന് ഈ ടോപ്പിക് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതൊരു ഷോർട്ട് ടോപ്പിക്കാണ്, രണ്ടാമത് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട്. രണ്ട് ടൈപ്പിൽ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അത് രണ്ടും ആൻസർ ചെയ്യാം. സോ ഇത് പഠിക്കാതെ എൻ്റെ മക്കൾ ഒരു കാരണവശാലും നമ്മുടെ ഓണം എക്സാമിന് പോകരുത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ടോപ്പിക് ഇതാണ്. ഇയാളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമതായിട്ട് ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അത് തന്നെയാണ്, ഐഡൻറ്റിഫൈ ദ ഫൈലം. അപ്പോൾ ഫൈലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാം ഫൈലം കോഡേറ്റ. ഇത് നമ്മളോട് ABCD ഇട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുക. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതാണ്, നമുക്ക് ഇവിടെ രണ്ടാൾക്കാരുടെ ഇത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അതേപോലെ അതിന് താഴെയുള്ള ഇയാളെയും ചോദിക്കാറുണ്ട്. ഇതാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് പേര്. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഏറ്റവും പുറമേ കാണുന്നത് നെർവ് കോഡാണ്, നെർവ് കോഡ്. ആൻഡ് അതിൻ്റെ താഴെയായിട്ടാണ് ആരെ കാണുന്നത്, നോട്ടോകോഡ് കാണുന്നത്. സോ നോട്ടോകോഡുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് താഴെയാണ് കാണുന്നത്. രണ്ടാമത് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, ഇവർക്കൊരു പോസ്റ്റ് ഏനൽ ടെയിൽ പാർട്ടുണ്ട്. പോസ്റ്റ് ഏനൽ ടെയിൽ പാർട്ട് അത് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദെൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഗിൽ സ്ലിറ്റ്സ് ഇത്രയും നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ അടയാളപ്പെടുത്താം. ഇത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കും, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെ ഫൈലം കോഡേറ്റയുടെ ഫീച്ചേഴ്സ് ഇവിടെ എടുത്ത് എഴുതാം. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഫൈലം കോഡേറ്റയുടെ പറഞ്ഞത്? ഒന്നാമതായിട്ട് നോട്ടോകോഡ് പ്രസൻറ്റ് അല്ലേ, നോട്ടോകോഡ് പ്രസൻറ്റ്, നോട്ടോകോഡ് പ്രസൻറ്റ് ആണല്ലോ, യെസ്. രണ്ടാമതായിട്ട് നോട്ടോകോഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെർവ് കോഡ് കണ്ടു. നെർവ് കോഡ് എന്താണ്? അപ്പം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ വെൻട്രൽ സർഫേസും ഇത് നമ്മുടെ ഡോർസൽ സർഫേസുമാണ്. സോ ഡോർസൽ സർഫേസിൽ ഏറ്റവും പുറമെയാണ് നമ്മൾ എന്ത് കണ്ടത്, നെർവ് കോഡ് കണ്ടത്. സോ നമുക്ക് പറയാം ഡോർസൽ ഹോളോ, അതായത് അതിനകത്തൊന്നുമില്ല. ഓക്കെ, ഹോളോ ഒറ്റൊന്നല്ലേ ഉള്ളൂ. സോ സിംഗിൾ നെർവ് കോഡ്, ഡോർസൽ ഹോളോ സിംഗിൾ നെർവ് കോഡ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ കണ്ടു പോസ്റ്റേനൽ ടെയിൽ അല്ലെ, പോസ്റ്റേനൽ ടെയിൽ പാർട്ട് പ്രസൻറ്റ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ എന്താ കണ്ടത്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. പിന്നെ നമുക്ക് പറയാവുന്നതാണ് വെൻട്രൽ സർക്കുലേറ്ററി സിസ്റ്റം. ഈ വെൻട്രൽ സൈഡിലാണ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത്, വെൻട്രൽ സർക്കുലേറ്ററി സിസ്റ്റം. അതായത് ഹാർട്ട് വെൻട്രലാണ്. അപ്പം ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ പറഞ്ഞ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് നോൺ കോഡേറ്റ്സ്. അപ്പോൾ നോൺ കോഡേറ്റ്സിൻ്റെ കൂടെ ഇവരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു അടിപൊളി ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ നോൺ കോഡേറ്റ്സിനെ വെച്ച് ഇവരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നോൺ കോഡേറ്റാ. അപ്പോൾ നോട്ടോകോഡ് ഇല്ലാത്തവരെല്ലാവരും നോൺ കോഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്, അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, നോട്ടോകോഡ് ആബ്സെൻറ്റ്, നോട്ടോകോഡ് ആബ്സെൻറ്റ്. സിമ്പിൾ. എല്ലാറ്റിൻ്റെയും ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇവിടെ ഡോർസലാണ്, ഡോർസലിൻ്റെ ഓപ്പോസിറ്റ് എന്താ മക്കളെ, വെൻട്രൽ. ഇവിടെ ഡോർസൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതി വെൻട്രൽ. ദെൻ ഇവിടെ ഹോളോ ആണ്, അതായത് ഉള്ളിലൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോളിഡ്. ഓക്കെ, ദെൻ ഇവിടെ സിംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡബിൾ, നെർവ് കോഡ്, നേരെ ഓപ്പോസിറ്റ്. ദെൻ ഇവിടെ നമുക്കറിയാം പോസ്റ്റേനൽ ടെയിൽ പാർട്ട് പ്രസൻറ്റ്, അപ്പോൾ പോസ്റ്റേനൽ ടെയിൽ ആബ്സെൻറ്റ്. ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻറ്റ്. Then circulatory system, if present it will be dorsal. If present, heart ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഹാർട്ടിൻ്റെ കാര്യമാണ് if present എന്ന് പറഞ്ഞത് കേട്ടോ. ഹാർട്ട് if present it will be dorsal, ventral ആയിരിക്കില്ല. കഴിഞ്ഞു, നേരെ ഓപ്പോസിറ്റ്. അപ്പം ഒന്നുകിൽ നമ്മളോട് ചോദിക്കുന്നത് ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ 5 ഫീച്ചേഴ്സ്, ഈ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്.
ഫൈലത്തിൻ്റെ പേര് തരും, ഫൈലം കോർഡിനേറ്റഡ് 5 ഫീച്ചേഴ്സ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്യാൻ പറയും, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പാർട്സ് ലേബൽ ചെയ്യാൻ പറയും. ഇങ്ങനെ 3 രീതിയിലും ഫൈലം കോർഡിനേറ്റയിൽ നിന്ന് പല തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ഇന്ന് വൈകുന്നേരമുള്ള നമ്മുടെ 7 മണിയുടെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.